ഉണ്ടായിരുന്നു. അപ്പോൾ ആ ആക്ടിവിറ്റികൾ ഞങ്ങളിവിടെ കാണിക്കാം. ഇത് ജൂൺ 19 ഉണ്ടാക്കിയതാണ്. ഇത് വായനാ ദിനത്തിന്റെ പോസ്റ്ററാണ്. ജൂൺ 19 വായനാ ദിനം. ഇവിടെ ഒരു അമ്മയും കുട്ടിയും ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടം വെട്ടിയെടുത്ത് ഞങ്ങൾ ഒട്ടിച്ചു. എന്നിട്ട് ഒരു പോസ്റ്റർ ആക്കി. ഇനി ഞാൻ വായനാ ദിനത്തിന് ഒരു വായനാ മരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഈ മരത്തിന്റെ ഈ ഭാഗത്ത് മലയാളം എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ ഇലകളിൽ മൊത്തം ഒരു പ്രത്യേകതയുണ്ട്. ആ തൊട്ട് ഇക്ഷ വരെയുള്ള അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട്. അക്ഷരങ്ങളാണ് ഇതിൻ്റെ അകത്ത് മൊത്തം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാന് വായനാ ദിനത്തിനൊരു കവിത പാടിയായിരുന്നു. ആ കവിത ഞാനിവിടെ പാടാം. പുസ്തകം എന്നൊരു ചിപ്പിക്കുള്ളിൽ വിജ്ഞാനങ്ങൾ പലതാണ്. കഥകൾ, കവിതകൾ, പാട്ടുകൾ എല്ലാം അങ്ങനെ പലതരം അറിവാണ്. അക്ഷരമധുരം നുണയാനായി പുസ്തക വായന ശീലിക്കാം. അറിവില്ലെങ്കിൽ നാം എല്ലാം അറിവിൽ അഹന്ത പാടില്ല. പുസ്തക വായന ശീലിക്കാം, പുസ്തകമെല്ലാം വായിക്കാം. ഇനി നമുക്ക് അടുത്തത് എൻ്റെ മരമാണ്. ഇവിടെയും മലയാളം എന്നെഴുതിയിട്ടുണ്ട്. ഇത് ഞാൻ നമ്മുടെ വായനാ ദിനം ആചരിക്കാൻ തുടങ്ങിയിട്ട് 25 വർഷമായി. 1996 തൊട്ടാണ് നമ്മുടെ വായനാ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ 25 വർഷമായില്ലേ. അവിടെ ഞാൻ 25 ഇലകൾ വെട്ടി 25 കവികളുടെ പേര് ഇതിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. ഇത് എന്നെ പോലെ ഒരു മരമാണ്. ഇതിലെ ഓരോ കവികളുടെ പേരാണ് ഓരോ നിറത്തിൽ എഴുതിയിരിക്കുന്നത്. നടുവേ PN പണിക്കർ എന്ന് എഴുതിയിട്ടുണ്ട്. ആശാൻ, ഉള്ളൂർ, ഇങ്ങനെ 25 കവികളുടെ പേര് ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. അടുത്തത് വാക്കുട്ടൻ ഒരു കുളം ഉണ്ടാക്കാനുണ്ടായിരുന്നു. അത് ഇവൻ തന്നെ പറഞ്ഞു തരും. ചാർട്ട് പേപ്പറിലെ കളർ പേപ്പറിലെ വട്ടം, ഒരു വട്ടത്തില് ഒരു കുളം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് കളർ പേപ്പറും കൊണ്ട് മീൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അരികിലൊക്കെ കളർ പേപ്പർ കൊണ്ട് പുല്ല് വരച്ചിട്ടുണ്ട്. ഒരു പുല്ലിൻ്റെ ഇവിടെ ഒരു പൂവുണ്ട്, താമരയാണ് അത്. പിന്നെ ഇതിന്റെ സൈഡിലൊക്കെ പൂവുണ്ട്, പുല്ലും പിന്നെ കല്ലൊക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ ഇടയില് കല്ലൊക്കെ ഉണ്ട്. പിന്നെ ഒരു വലിയ പാമ്പുണ്ട്, പിന്നെ ഒരു ഞണ്ടുണ്ട്, പിന്നെ തവള, പിന്നെ രാമയും കൂടെ ഉണ്ട് അവിടെ. പിന്നെ മീനുകളും. പിന്നെ അതിന്റെ അവിടെ ഒരു മാങ്ങാമരമാണ്. മാങ്ങയൊക്കെ അതിന് പഴുത്ത ഇവിടെ ഇങ്ങനെ തൂങ്ങി കിടപ്പുണ്ട്. അപ്പൊ ഓരോരുത്തര് പറിക്കും, എന്നിട്ട് തിന്നും. പിന്നെ ഇവിടെ തവളയും കൂടെ ഉണ്ട്. പാരയുടെ പുറത്ത് ഇവിടെ ഒരു പൂ ഒടിച്ചിട്ടുണ്ട്. അത് കളർ പേപ്പറിൽ വെട്ടിയിട്ടാണ്. ഇത് മുഴുവൻ കളർ പേപ്പർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊക്കെ ഈ പുല്ലിന്റെ ഈ പാറയൊക്കെ കളർ പേപ്പറാണ്. പിന്നെ ഇത് പെയിന്റ് ആണ്. ഇതൊക്കെ ഈ സൈഡൊക്കെ പെയിന്റ് ആണ്. അപ്പോ ഇവന്റെ ക്ലാസ്സില് ഓൺലൈൻ ക്ലാസ്സില് ഒരു മഷ്റൂം ഹോം ഉണ്ടാക്കാനുണ്ടായിരുന്നു. ഇവന്റെ ഇംഗ്ലീഷ് ക്ലാസ്സില് ടീച്ചർ പറഞ്ഞതാണ് ഇത് ഉണ്ടാക്കി ഗ്രൂപ്പിലിടാൻ. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടു. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ആദ്യം മഞ്ഞ പേപ്പർ നമ്മുടെ ഭിത്തിയാണ്. ഇവിടെ വാതിൽ വെട്ടി ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ചുമന്ന പേപ്പർ നമ്മുടെ കൂണിന്റെ മേൽക്കൂര പോലെയാണ്. ഇതിന്റെ ഇവിടെ പിന്നെ ഓരോ കുത്തുകളുടെ വെള്ള പേപ്പറിൽ ഒട്ടിച്ചേക്കുന്നതാണ്. എന്നിട്ട് ഞങ്ങൾ ഇതിന്റെ അകത്ത് താമസിപ്പിച്ചിരിക്കുന്നത് മാൻകുട്ടനെയും അണ്ണാൻകുട്ടനെയാണ്. അപ്പൊ അവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആണ്. അതുകൊണ്ട് അവർ രണ്ടുപേരും ആ ഹോമില്, ഈ മഷൂർ ഹോമിൽ താമസിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പ്ലേ ഹൗസ് പരിചയപ്പെടുത്തി. ഇനി അടുത്തത് വാക്കോട്ടൻ്റെ ഒരു പാട്ടാണ്. നീ അത് പറഞ്ഞില്ലായിരുന്നു നമുക്ക് വീഡിയോയിൽ പാടാന്ന്? ആ പാട്ട് നീ പാടാം. താരക പെണ്ണാളേ കതിരാടും വിഴിയാളേ തമ്പുരനെ തിടുമുമ്പേ കരിങ്കാലും കോല പറിച്ചാട്ടെ
താരക പെണ്ണാളെ കതിരാടും വിഴിയാളെ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്കാലും കോല പറിച്ചാട്ടെ തക തക താത്തിനന്തകത്തെയ്താര തകതിനന്തകത്തെയ്താര താത്തിനന്തക തകതിനന്തക തകതിനന്തകത്തെയ്താര ആ ഏ ഓ ആ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണേ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.